സാൻജോസ് എന്തിനാണ് പോയതെന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു. എന്തായാലും അതേക്കുറിച്ച് ചില ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് കാണിക്കാനുണ്ട്. എന്താണ് അന്ന് രാത്രി അവിടെ നടന്നത് എന്ന് കാണിക്കുന്ന ദൃശ്യങ്ങൾ ഇത് കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവായിട്ട് കാണിക്കുന്നതാണ്. സാൻജോസ് ഈ സംഭവത്തിന് ശേഷം സാൻജോസും ജോബിൻസും അവരെ രണ്ടുപേരെയും സെക്യൂരിറ്റി കൊണ്ടുവന്ന് പോലീസിന് കൈമാറി. അവർ കോളേജ് കാര്യവട്ടം ക്യാമ്പസിനെ കുറിച്ച് അവർ അറിയുന്നവർക്കറിയാം, അതിൻ്റെ ഉള്ളിലാണ് ഹോസ്റ്റൽ. അവർ ഈ ഹോസ്റ്റൽ പ്രദേശത്ത് നിന്ന് ഇരുവരും നടന്നു വന്ന് പോലീസിൻ്റെ വാഹനത്തിൽ കയറി. ആ കയറുന്നതിന് മുമ്പ് പോലീസിൻ്റെ വാഹനം പുറത്താണ് നിൽക്കുന്നത്. ഗേറ്റിൽ കോൺഗ്രസ്സുകാർ സംഘടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്കൊപ്പം സാൻജോസ് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. സാൻജോസ് എന്ന് പറയുന്നത് KSUവിൻ്റെ ഭാരവാഹിയാണ്, KSUവിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറിയാണ് സാൻജോസ്. മർദ്ദനമേറ്റ് അവശനായി പിന്നീട് അഭിനയിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. സാൻജോസ് ആരോഗ്യവാനായി അവിടെ ഇരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശ്രീ പോലീസ് വാഹനത്തിൽ സാൻജോസ് ഇരിക്കുന്നു. അതിന് തൊട്ടു മുമ്പ് അവിടെ നിൽക്കുന്ന വിദ്യാർത്ഥികളുമായി കോൺഗ്രസ് നേതാക്കളോടൊപ്പം തർക്കിക്കുന്ന ദൃശ്യങ്ങൾ. ഇനി പിറ്റേ ദിവസം എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്ന താങ്കൾ ക്ഷമിക്കൂ, പിറ്റേ ദിവസം എന്ത് കാണിക്കുന്നു എന്ന ദൃശ്യങ്ങൾ കൂടി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൂടി ദയവായി കാണുക. പിറ്റേ ദിവസം രാവിലെയാണ് സാൻജോസ് ക്യാമ്പസിന് അകത്തേക്ക് കടന്നപ്പോൾ ഉണ്ടായിരുന്ന ആ മോട്ടോർ ബൈക്ക് പിറ്റേ ദിവസം എടുത്തുകൊണ്ടുപോകുന്നത് ജോബിൻസ് ആണ്. അപ്പോൾ ജോബിൻസുമായി നടക്കുന്ന ആ സംഭാഷണം നമുക്ക് കേൾക്കാം. ഇതിനെന്തെങ്കിലും പറ്റിയുണ്ടോ? നാളെ വാർത്ത വരാൻ ടയർ ഉൾപ്പെടെ നോക്കിയോ? ടയറിലെ ഈ സാധനം ടയർ ഉൾക്കൊണ്ടെന്ന് പറയുന്നത് മനസ്സിലല്ലേ? സ്റ്റാർട്ട് സ്റ്റാർട്ടാവോ ഇതിനകത്ത് മണ്ണോ അന്തത്താര കിട്ടുമെന്ന് പറഞ്ഞാൽ നാളെ വരും. ഈ വണ്ടിക്കകത്തോ നിന്നെയോ അതിനോ നീ വരും. നിനക്ക് നല്ലപോലെ അറിയാം. അവൻ വളരും, ഉമ്മൻചാണ്ടിക്ക് മുകളിൽ അവൻ വളരും, കുഴപ്പമില്ല. എൻ്റെ ഒരു അഭിനയം എത്തിയിട്ടുണ്ടോ? നല്ല അഭിനയം, തലക്കാല അഭിനയം. ഇതാണ് ദൃശ്യങ്ങൾ. ആ ദൃശ്യത്തോടുള്ള ഒപ്പമുള്ള ശബ്ദം അത് വ്യക്തമായി കേട്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും എല്ലാവരും, പ്രേക്ഷകരടക്കം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിറ്റേ ദിവസം ആ ബൈക്ക് എടുത്തു കൊണ്ടുപോകാൻ വേണ്ടി തലേ ദിവസം പോലീസിനോടൊപ്പം പോയ ജോബിൻസ് എന്ന സാൻജോസിൻ്റെ സുഹൃത്ത്, സർവകലാശാല വിദ്യാർത്ഥിയല്ലാത്ത ആൾ ക്യാമ്പസിലെത്തുന്നു. അവർ എടുത്തുകൊണ്ടുപോകുന്നു. തലേ ദിവസം ഇതിന് സാക്ഷ്യം വഹിച്ച വിദ്യാർത്ഥികൾ അവിടെ എത്തി പറയുന്നു, ബൈക്കിന് എന്തെങ്കിലും കേടുണ്ടോ എന്ന് പരിശോധിക്കണം, ടയറടക്കം നോക്കണം, പിന്നെ കഥ മാറ്റി പറയരുത് എന്ന് പറയുന്നു. ഒപ്പം തന്നെ പറയുന്നു, ഇന്നലെ മറ്റേയാളെ സാൻജോസിനെ ഞങ്ങൾ കൊന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാൻജോസിനെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ജോബിൻസ്, സാൻജോസിൻ്റെ സുഹൃത്ത്, പറയുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഇത് തന്നെ നാളെയും പറഞ്ഞാൽ മതി എന്നർത്ഥത്തിൽ വിദ്യാർത്ഥികൾ സംസാരിക്കുന്നു. ആരോ ഒരാൾ കൂട്ടിച്ചേർക്കുന്നു, സാൻജോസ് ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവിൻ്റെ പേര്, അന്തരിച്ചൊരു കോൺഗ്രസ് നേതാവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പറയുന്നു, സാൻജോസ് നാളെ അദ്ദേഹത്തെക്കാൾ വലിയ ആളായി മാറും, അത്ര വലിയ നാടകമാണ് കളിച്ചിരിക്കുന്നത് എന്ന അർത്ഥത്തിൽ.